ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. പി എസ് സി ഉദ്യോഗാർത്ഥികളായിരിക്കുമല്ലോ എല്ലാവർക്കും 100 ക്വസ്റ്റ്യൻസാണ് എക്സാമിനുള്ളത്. പക്ഷേ ആ 100 ക്വസ്റ്റ്യൻസ് പി എസ് സി എഴുതാൻ തരുന്നതല്ല എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ 1 മുതൽ തുടർച്ചയായി വായിച്ച് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ സാധാരണ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഒരു 4 ക്വസ്റ്റ്യൻ ഭയങ്കര ടഫായിരിക്കും, അതിനുശേഷം ഈസി ഭയങ്കര ഒരു കുളിർമഴ പെയ്യിക്കുന്നത് പോലെ ഒരു ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കാണും, പിന്നെയും 3-4 ടഫ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രിപ്പറേഷൻ പോലും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി ഒരു 15 ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവും. നമ്മൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ട കാര്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ തന്നെ നമ്മൾ എല്ലാ പേജും കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവർ പറയും. ആ സമയത്ത് തന്നെ നമ്മളുടെ കണ്ണിലൊടുക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്ന കുറേയേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആദ്യത്തെ 20 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് കോൺഫിഡൻസ് ഉണ്ടാകാൻ ഏറ്റവും നല്ല കാര്യം. ആദ്യം തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമയവും പോകും, ചിലപ്പോൾ അതിൽ ഉത്തരവും ഉണ്ടാവുകയില്ല. എന്നാൽ ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഒരു 3 ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ ഭയപ്പെടാതെ പെട്ടെന്ന് തന്നെ ഈസി ക്വസ്റ്റ്യൻസ് ചെയ്തെത്തുക. അങ്ങനെ ആ ഈസി ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മലയാളം, ഇംഗ്ലീഷ്. ഇപ്പം മലയാളം തന്നെയാണെങ്കിലും ടഫ് ആക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ടഫായിരിക്കും, അല്ലാതെ ഒരാൾക്ക് മാത്രമല്ല ടഫാകുന്നത്. അപ്പോൾ അത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ ഉദ്യോഗാർത്ഥിയും എക്സാം എഴുതേണ്ടത്. മലയാളവും ഇംഗ്ലീഷും കഴിയുമ്പോൾ മാത്സ് ചെയ്യുക. മാത്സിലും ഒരുപാട് മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അപ്പം നമുക്ക് ഉത്തരം കിട്ടാത്ത ക്വസ്റ്റ്യന് വേണ്ടി ഒരുപാട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തരം കിട്ടുന്ന അനേകം ചോദ്യങ്ങൾ ചെയ്യാതിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റും. അതിനാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. ഇതിനുശേഷം പെട്ടെന്ന് ജി കെ പാർട്ടിലേക്ക് വരിക. ജി കെ പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണേലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം എക്സാം എഴുതാൻ. അപ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ എക്സാം പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാം എഴുതി വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറില്ലേ? അത് നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള കഴിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് മലയാളം, ഇംഗ്ലീഷ്, അറിയുന്ന മാത്സ്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുക. അതിനുശേഷം പിന്നെ അടുത്ത റൗണ്ടിലേക്ക് വരികയാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്പീഡി ചെയ്തു പോവുക. അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് നമ്മൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഉറപ്പാക്കണം ആദ്യം തന്നെ. ചിലപ്പോൾ തെറ്റായത് മാർക്ക് ചെയ്യാനും തെറ്റായ പ്രസ്താവനകൾ അടയാളപ്പെടുത്തുക എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എന്നിട്ട് തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും ശരിയായിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ധൃതി പിടിച്ച് വായിക്കുമ്പോൾ ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ എന്ന് മനസ്സിലാക്കാതെ പോകും. അതിനാൽ ശരിയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആ ശരിയായ പ്രസ്താവനയാണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താനായി ശരിയിടുക. തെറ്റാണെങ്കിൽ അതിൻ്റെ നേരെ തെറ്റിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിച്ചിട്ടുണ്ടാവും തെറ്റാണോ ശരിയാണോ. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ആ തെറ്റ് 3 ഓപ്ഷനിലും ഉണ്ടാവും. ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെങ്കിൽ 3 ഓപ്ഷനിലും ആ തെറ്റായിട്ടുള്ള 1 എന്നുള്ളതുണ്ടാവും. അപ്പോൾ നമുക്ക് ആ 1 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻ വായിക്കാതെ തന്നെ ആ 3 ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത്
നാലാമത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു കാര്യം ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ഐഡിയയും ഇല്ലാത്ത ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് വായിച്ച് വെറുതെ സമയം കളയരുത്. പിന്നെ പലരും ചെയ്യാറുള്ള കാര്യമാണ് 50-50. നമുക്ക് ചിലപ്പോൾ 2 ഉത്തരം ശരിയാണ് എന്ന്, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണെന്ന് ഉറപ്പായിട്ട് അറിയാമായിരിക്കും. പക്ഷെ അതിലേതാണെന്ന് നമുക്ക് നിശ്ചയമുണ്ടാവില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് കിട്ടാനുള്ള ചാൻസ് 50%, അതുപോലെ തന്നെ പോകാനുള്ള ചാൻസും 50%. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഓരോ ഉദ്യോഗാർത്ഥിയോടും പറയാനുള്ളത്. അതായത് ഒരു 5-4 ഒക്കെ എഴുതിയിട്ട് നിർത്തുക. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രശ്നമുണ്ടാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടെത്തും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. സ്മാർട്ടായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.